ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സന്തോഷമാണോ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒരു സ്തുതി കൊടുത്തേ സന്തോഷത്തോടെ. അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇപ്പോൾ ഒരാഴ്ചത്തെ കുറേ വിശേഷങ്ങൾ പറയാനുണ്ടാവില്ലേ നമുക്കൊക്കെ അല്ലേ? നിങ്ങൾക്ക് ചിലപ്പം ക്ലാസ്സിൻ്റെ കാര്യങ്ങളായിരിക്കാം, ചിലപ്പം പരീക്ഷയുടെ ആയിരിക്കാം, പിന്നെ എന്തിൻ്റെയൊക്കെ ആയിരിക്കാം? ടൂറ് പോയിട്ടുണ്ടാവും ചിലരൊക്കെ അല്ലേ? പിന്നെ ചിലർ ആൻറ്റിയുടെ വീട്ടിൽ പോയിട്ടുണ്ടാവും, ചില കല്യാണത്തിനൊക്കെ പോയിട്ടുണ്ടാവും, കുറേ വിശേഷങ്ങളൊക്കെ പറയാനുണ്ടാവും അല്ലേ? അപ്പം നമ്മളെപ്പോഴും ബിസിയാണ് അല്ലേ? നമ്മളും ബിസിയാണ്, നമ്മുടെ മുതിർന്നവരും എല്ലാവരും ബിസിയാണ്. അങ്ങനെ എന്തൊക്കെ ബിസിയാണെങ്കിലും ഇപ്പം വലിയ പരീക്ഷ വന്നോട്ടെ, നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി എപ്പോഴെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി സമയം മാറ്റി വയ്ക്കാറുണ്ടോ? ഏത് കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും? എന്ത് പരീക്ഷയാണെങ്കിൽ പോലും നമുക്ക് കളിക്കാൻ എപ്പോഴും താല്പര്യമാണ് അല്ലേ? ഇപ്പം അപ്പയും മമ്മിയൊക്കെ കാണാതാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ കളിക്കാനായിട്ട് പോകൂലേ അല്ലേ? വഴക്ക് കിട്ടുന്ന ഓർത്തിട്ട് ചിലപ്പോൾ പേടിച്ചിട്ട് അങ്ങനെ പഠിക്കാനായിട്ടൊക്കെ പോകും. അപ്പം നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും കളി ഭയങ്കര കാര്യമാണ്. നിങ്ങൾക്കും കളി ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് നമുക്കൊരു ഗെയിം ചെയ്താലോ? ഇഷ്ടമല്ലേ? അപ്പം നമുക്ക് ഇങ്ങനെയാണ്, 3 ടീമായിട്ടാണ് നമ്മൾ ഗെയിം ചെയ്യുന്നത്. അതിൽ ഒരു ഗ്രൂപ്പിൽ ഒരു ടീമിൽ 2 പേർ വീതമാണ്. നമുക്കിങ്ങനെയാണ് ഗെയിമിൻ്റെ രീതി. ഇങ്ങനെയാണ്, നമ്മുടെ മുമ്പിൽ ഒരു 2 ഗ്ലാസ് ഉണ്ടാവും. ഒരു ഗ്ലാസ്സിൽ തെർമോക്കോൾ ബോൾ ഉണ്ടാവും, ഒരു ഗ്ലാസ്സിൽ ഒന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു സ്ട്രോ തരും. അപ്പോൾ ഗ്രൂപ്പിലെ ഒരാൾ ഒരു സമയം 2 തെർമോക്കോൾ ബോൾ എടുത്തിട്ട് ഈ ഒരെണ്ണത്തിൽ നിന്ന് ഇങ്ങനെ വലിച്ചെടുത്തിട്ട് അടുത്ത പ്ലെയിനായിട്ട് കിടക്കുന്ന ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കണം. അങ്ങനെ 1 മിനിറ്റ് സമയത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ തെർമോക്കോൾ ബോൾ ഇടുന്ന ഗ്രൂപ്പ് ജയിക്കും. എന്താ, റെഡിയല്ലേ? അപ്പം നമുക്ക് ഗ്രൂപ്പായാലോ? അപ്പം ആദ്യത്തെ ഗ്രൂപ്പിൻ്റെ പേര് സെൻറ്റ് തെരേസ, രണ്ടാമത്തെ ഗ്രൂപ്പിൻ്റെ പേര് സെൻറ്റ് ഡൊമിനിക്, മൂന്നാമത്തെ ഗ്രൂപ്പിൻ്റെ പേര് സെൻറ്റ് സാവിയോ. ഇഷ്ടമായോ പേര്? ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ ഗ്രൂപ്പ് ഏതായിരുന്നു? സെൻറ്റ് തെരേസ. ഓക്കെ, സെൻറ്റ് തെരേസ ഗ്രൂപ്പിലേക്കുള്ളവരൊന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? കൊള്ളാം. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പ് സെൻറ്റ് ഡൊമിനിക്. ഓക്കെ, രണ്ടാമത്തെ ഗ്രൂപ്പ് ആരാ? കൊള്ളാം. ഇനി മൂന്നാമത്തെ ഗ്രൂപ്പ് സെൻറ്റ് സാവിയോ. സെൻറ്റ് സാവിയോ ഗ്രൂപ്പ് ആരൊക്കെയാ? എഴുന്നേക്കാവോ ആരെങ്കിലും? വെരി ഗുഡ്. ഇവർക്ക് തന്നെ ക്ലാപ്പ് കൊടുത്തേ. ഇവർ സ്വമനസാൽ റെഡിയായി അല്ലേ? കൊള്ളാം. ഇനി നമുക്ക് ഗെയിമിന് വേണ്ടിയിട്ടാണ്, നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ മേശ ഒരുക്കിയിരിപ്പുണ്ട്. റെഡിയല്ലേ? ഇനി ഓരോ ഗ്രൂപ്പുകാർ മെല്ലെ താഴേക്ക് ഇറങ്ങി വരിക. കുട്ടികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്ര കളിച്ചാലും മടുക്കുകയുമില്ല. മാത്രമല്ല കളിക്കാനുള്ള കൊതി കൂടി കൂടി വരികയും ചെയ്യും. ശരിയല്ലേ? എന്നാൽ നമുക്കിന്ന് രസകരമായ ഒരു കളി കളിച്ചാലോ? അപ്പം നമുക്ക് കളി ആരംഭിക്കാം അല്ലേ? അപ്പം ഞാൻ റെഡി 1 2 3 പറയും, റെഡി ആയിട്ട് നിന്നോളാം. ഓക്കെ, റെഡി 1 2 3 സ്റ്റാർട്ട്. ഓക്കെ, നമുക്ക് ഇവരുടെ നമ്പർ അറിയണ്ടേ? എത്ര എടുത്തിട്ടുണ്ടെന്ന്, ആരാ ഫസ്റ്റ് ആയെന്ന് അറിയണ്ടേ? നമുക്ക് എണ്ണാം. കഴിഞ്ഞോ? എല്ലാവരും എണ്ണി കഴിഞ്ഞോ? ഓക്കെ, സെൻറ്റ് തെരേസ ഗ്രൂപ്പിന് എത്രയാണ് കിട്ടിയത്? 14. ഇനി അടുത്തത് സെൻറ്റ് ഡൊമിനിക് ഗ്രൂപ്പിനോ? 12. ലാസ്റ്റ് സെൻറ്റ് സാവിയോ ഗ്രൂപ്പിന് 13. അപ്പൊ ഇവരിൽ ഏത് ഗ്രൂപ്പാ ജയിച്ചത്? സെൻറ്റ് തെരേസ. നല്ലൊരു ക്ലാപ്പ് കൊടുത്തവർക്ക്. ഇനി അടുത്തത് നമുക്ക് ഇവരോട് ചോദിക്കാം, കളിച്ചപ്പോൾ ഇവർക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്തതെന്ന് അല്ലേ?
ഓക്കെ, സെന്റ് തെരേസ ഗ്രൂപ്പിനാണല്ലോ ഫസ്റ്റ് കിട്ടിയത്. അപ്പൊ നിങ്ങൾക്ക് എന്താ കളിച്ചപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി? ആദ്യം പേടി തോന്നി. എന്തിനാ പേടി തോന്നിയത്? ഇടാൻ പറ്റുമോ, ഇത് നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് അല്ലേ? ഇനി നിങ്ങൾക്കോ? നിങ്ങൾക്ക് ഭയം ഉണ്ടായിരുന്നു ഞങ്ങളിത് ചെയ്യാൻ പറ്റുമെന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒരു ധൈര്യമൊക്കെ വന്നു അല്ലേ? ഇനി ലാസ്റ്റ് ഗ്രൂപ്പ് സെന്റ് സാവിയോ ഗ്രൂപ്പ് പേടി തോന്നി. അപ്പൊ ആദ്യം എല്ലാവർക്കും പേടിയാ തോന്നിയത്, പക്ഷെ എല്ലാവർക്കും നന്നായിട്ട് ചെയ്യാനും പറ്റി അല്ലേ? അപ്പൊ ഒരിക്കൽ കൂടി ഒരു 3 ക്ലാപ്പ് ഇവർക്ക് കൊടുത്താലോ? നമുക്ക് ഈ ചെറിയ ഗെയിമിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നത്? നമ്മൾ ഭയപ്പെടുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് പോകാൻ പറ്റൂലേ? അല്ലേ? നമ്മുടെ ജീവിതത്തിൽ ഭയപ്പെടുന്ന പല കാര്യങ്ങളും ഒരു കുഴപ്പവുമില്ലാതെ നന്നായി പോകാനായിട്ട് നമുക്ക് സാധിക്കാറുണ്ട്. അപ്പോൾ ഈ കളിയിൽ നിന്നും നല്ല ഒരു ഗുണപാഠം കിട്ടിയ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയായിരിക്കണം? എപ്പോഴും സന്തോഷത്തോടെ ധൈര്യമായിട്ട് ഇരിക്കണം. ഇന്നത്തെ മനുഷ്യർക്കൊക്കെ എന്തൊരു തിരക്കും ടെൻഷനുമാണ്. കുട്ടികൾക്കാണെങ്കിൽ ഇക്കാര്യത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. കൂട്ടുകാരെ, നിങ്ങൾക്കോ? ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിക്കൂ. ഇനി ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. എല്ലാവർക്കും എപ്പോഴും സന്തോഷമാണോ? അല്ല. ഈ ചിത്രം കണ്ടോ? ഈ ചിത്രത്തിലെ ഈ ചേട്ടൻ എന്താ ഫീൽ ചെയ്യുന്നത്? നിങ്ങൾക്ക് കാണുമ്പോൾ എന്താ തോന്നുന്നത്? ഈ ചേട്ടൻ ടെൻഷൻ അടിച്ചിട്ട് വളരെ അസ്വസ്ഥനായിട്ടിരിക്കുന്നത് പോലെയാണ്. ഒരു ടെൻഷനൊക്കെ ആയിട്ട് ഒരു അസ്വസ്ഥമായിട്ടായിരിക്കുന്നത് അല്ലേ? അല്ലേ? മനസ്സിലാവുകയല്ലേ അങ്ങനെ? ഇനി അടുത്തൊരു ചിത്രം കൂടെ കാണിക്കാം. ഇവിടെ ഒരു ചെറിയൊരു കുട്ടിയുടെ ചിത്രമാണ്. ഈ ചിത്രം കാണുമ്പോൾ എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ഈ കുട്ടിയാണെങ്കിലും അവന്റെ മുഖത്ത് സന്തോഷമൊന്നുമില്ല, ഒരു സന്തോഷമൊന്നുമില്ല അല്ലേ? അല്ലേ? ഇനി നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിലും എപ്പോഴും സന്തോഷമാണുള്ളത്? അല്ല. പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെയാ സാധാരണ തോന്നാറ്? ചിലപ്പോൾ സങ്കടം വരൂലേ? പിന്നെ ചിലപ്പോൾ നല്ല ദേഷ്യം വരും. പിന്നെയോ ചിലപ്പോൾ നല്ല പേടി വരൂലേ? ഇങ്ങനെ പല രീതിയിലും പലതരത്തിലും നമ്മളും അസ്വസ്ഥരാകാറുണ്ട് അല്ലേ? ഇനി ഞാൻ ചോദിക്കട്ടെ, ഇനി ചിലർക്ക് ടെൻഷനായിരിക്കും അല്ലേ? പേടി കൂടി ചിലർക്ക് ഭയങ്കരമായിട്ട് ടെൻഷനും അസ്വസ്ഥതയൊക്കെ ആയിട്ട് തോന്നാറില്ലേ? ഇനി എപ്പോഴാണ് നിങ്ങൾക്ക് അങ്ങനെ അനുഭവപ്പെട്ടിട്ടുള്ളതെന്ന് പറയാവോ? എപ്പോഴാണ് നിങ്ങൾക്ക് ടെൻഷൻ വരാറുള്ളത്? എപ്പോഴാ? മെയിൻ ഒരു കാര്യമുണ്ട്. എന്താണ് സംഭവം? പരീക്ഷയുടെ സമയത്തൊന്നും പറയണ്ട, ഭയങ്കര പേടിയായിരിക്കും. ചിലർക്ക് പരീക്ഷയുടെ സമയത്ത് തലവേദനയായിരിക്കും, ചിലർക്ക് പനിയായിരിക്കും, ചിലർക്ക് വയറ്റുവേദനയായിരിക്കും. അങ്ങനെ ഇല്ലാത്ത അസുഖങ്ങളൊന്നും ഇല്ലാത്തവരുണ്ടാവില്ല അല്ലേ? എങ്ങനെയാ? പരീക്ഷയെ പേടിച്ചിട്ട്. പിന്നെ ചില അവസരങ്ങളിൽ എപ്പോഴാണ് നിങ്ങൾക്ക് ടെൻഷൻ വരാറുള്ളത്? ടീച്ചർ ചോദ്യം ചോദിക്കുകയാണ്, ക്ലാസ്സിൽ ചോദ്യം ചോദിക്കുക എന്ന് പറയുമ്പോൾ ഉടനെ നമുക്ക് എന്ത് ചെയ്യും? വല്ലാത്ത ടെൻഷൻ വരും. ടീച്ചർ ചോദ്യം ചോദിക്കുമ്പോഴേക്കും നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല. തലേ ദിവസം നന്നായിട്ടൊക്കെ പഠിച്ചിട്ട് പോയതാണേ, പക്ഷേ ടീച്ചറിൻ്റെ ചോദ്യം കേട്ടോടുകൂടി ഇത് ഇംഗ്ലീഷാണോ മാത്സ് ആണോ മലയാളമാണോ എന്നൊന്നും തിരിയില്ല. അതുപോലെ തല മൊത്തം ബ്ലാങ്ക് ആയി പോകുന്നൊരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? അല്ലേ? അപ്പം ഇതുകൊണ്ട് ഉണ്ടാകാൻ കാര്യം എന്താ? നമ്മുടെ ഉള്ളിൽ അല്ലാതെ ടെൻഷനും അസ്വസ്ഥതയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ജീവിതത്തിൽ നന്നായിട്ട് പോകാൻ പറ്റുമോ? ഇല്ല. ഒരിക്കൽ ഒരു കൊച്ചുകുട്ടി എൻ്റെ അടുത്ത് ഓടി വന്നിട്ട് ചോദിച്ചു, സിസ്റ്ററെ എനിക്ക് വേണ്ടിയിട്ട് സിസ്റ്റർ പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഒരു 3-4 വയസ്സ് 5 വയസ്സ് തോന്നുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ഈ കുട്ടിയുടെ അടുത്ത് ഞാൻ ചോദിച്ചു, മോനെ നിനക്ക് എന്തിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ കുട്ടി പറഞ്ഞു, സിസ്റ്ററെ ഞാൻ LKG UKG ഒക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ പഠിച്ച് ഇനി എൻ്റെ ഇൻ്റർവ്യൂ ആണ്, ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്കുള്ള ഇൻ്റർവ്യൂ അടുത്ത ആഴ്ച നടക്കുകയാണ്. എനിക്ക് വല്ലാതെ ടെൻഷനുണ്ട് സിസ്റ്റർ, എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ഇത് പറഞ്ഞിട്ട് ഈ കുട്ടി വിരലൊക്കെ പിടിച്ചങ്ങ് തിരിച്ച് അല്ലേ? നമുക്ക് ടെൻഷൻ വരുമ്പോൾ അങ്ങനെയല്ലേ? ചിലരെന്ത് ചെയ്യും? വിരൽ പിടിച്ച് തിരിക്കും. പിന്നെ ചിലരെന്താ ചെയ്യുന്നേ? തൂവാല ഉണ്ടെങ്കിൽ തൂവാല പിടിച്ചിട്ട് അങ്ങനെ തിരിച്ചങ്ങ് വയ്ക്കും അല്ലേ? ചിലരോ ആമ്പിള്ളേരൊക്കെ ആണെങ്കിലോ ഷർട്ടിൻ്റെ എന്താ ചെയ്യാറ്? നിങ്ങളെങ്ങനെ ചെയ്യാറ്? പിൻസൈഡ് ചെയ്യുമ്പോൾ ചെയ്യാൻ കാണില്ല. പക്ഷേ അല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ ഷർട്ടിൻ്റെ സൈഡൊക്കെ പിടിച്ച് തിരിച്ച് അപ്പം നമ്മുടെ അസ്വസ്ഥതയുടെ പ്രകടനങ്ങളാണ് അല്ലേ പുറത്തേക്കൊക്കെ കാണുന്നത്. ഇനി നമ്മൾ ചിലപ്പോൾ വിചാരിക്കും, എന്തിനാ ഈ പരീക്ഷ? എന്തൊരു പൊല്ലാപ്പാ അല്ലേ? എന്തൊരു ടെൻഷനാ, എന്തൊരു അസ്വസ്ഥതയാ, ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നു എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ വിചാരിച്ചിട്ടില്ലേ അല്ലേ? പേടിയായിട്ട് അല്ലേ? ഇനി നിങ്ങൾക്കൊരു കൊച്ചു കഥ ഞാൻ പറയാൻ പോവാണ്. കഥ ഇഷ്ടമല്ലേ?
എല്ലാവർക്കും ഇഷ്ടമല്ലേ? അപ്പം ശ്രദ്ധിച്ച് കേട്ടോണം കേട്ടോ. ഒരിക്കൽ ഒരു സയൻസ് ടീച്ചർ കൊക്കൂൺ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, കൊക്കൂൺ അറിയില്ലേ ചിത്രശലഭത്തിൻ്റെ? കൊക്കൂണിനെ കുറിച്ച് പഠിപ്പിക്കാനായിട്ട് കുട്ടികളുടെ മുമ്പിൽ ഒരു കൊക്കൂൺ മുമ്പിൽ കൊണ്ടുവച്ച് കൊടുത്തു. എന്നിട്ട് ടീച്ചർ പറഞ്ഞു, ഇത് നിങ്ങൾ നിരീക്ഷിക്കുക മാത്രം ചെയ്യുക. എന്താ ചെയ്യാൻ പറഞ്ഞത്? നിരീക്ഷിക്കാൻ പറഞ്ഞ എന്താ? കണ്ടോണ്ടിരുന്നാൽ മതി, ഒന്നും ചെയ്യണ്ട. ഇത് പറഞ്ഞിട്ട് ടീച്ചർ ക്ലാസ്സിന് പുറത്തേക്ക് പോയി. തിരിച്ച് കുറച്ച് കഴിഞ്ഞപ്പം ടീച്ചർ തിരിച്ച് ക്ലാസ്സിൽ വന്നു. ക്ലാസ്സിൽ വന്നപ്പം കണ്ട കാഴ്ച എന്താണെന്നറിയാമോ? നമ്മുടെ കൊക്കൂണിൽ നിന്നും പുറത്തേക്ക് വന്ന കൊച്ചു പൂമ്പാറ്റ ചത്തു കിടക്കുന്നു. ടീച്ചറിന് മനസ്സിലായി കാര്യം. ടീച്ചർ എന്നാലും ചോദിച്ചു, കുട്ടികളോട് ചോദിച്ചു, മക്കളെ ഇവിടെ എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ അതിലൊരു കുട്ടി വളരെ സങ്കടത്തോടെ എഴുന്നേറ്റെന്ന് പറഞ്ഞു, ടീച്ചർ പറഞ്ഞിട്ട് പോയില്ലേ നിരീക്ഷിക്കുക മാത്രം ചെയ്താൽ മതിയെന്ന്. ഞങ്ങൾ കുറേ നേരം അതിനെ നോക്കിക്കൊണ്ടിരുന്നു. പക്ഷേ ആ സമയത്താണ് ആ കൊക്കൂണിൻ്റെ ഉള്ളിൽ നിന്ന് ഈ കൊച്ചു പൂമ്പാറ്റ എന്ത് കഷ്ടപ്പെട്ടിട്ടാണെന്നോ പുറത്തേക്ക് വരാനായിട്ട് നോക്കുന്നത്. എനിക്കത് കണ്ടപ്പോൾ പാവം തോന്നി. ഞാൻ എന്ത് ചെയ്തു? അതിനെ പിടിച്ച്, പൂമ്പാറ്റയെ പിടിച്ച് എന്ത് ചെയ്തിട്ടുണ്ടാവും? അവൻ പുറത്തേക്ക് എടുത്ത് വെച്ചു. അവനെ സഹായിക്കാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷേ അല്പസമയം കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അത് ചത്തുപോയി. അപ്പോൾ ടീച്ചർ പറഞ്ഞു, മക്കളെ, ഈ പൂമ്പാറ്റ കൊക്കൂണിൽ നിന്നും പുറത്തേക്ക് വരാനായിട്ട് ഒരു എടുക്കുന്ന ക്ലേശവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടല്ലോ അല്ലേ? അതാണ് ഈ പൂമ്പാറ്റയെ ഭൂമിയിൽ ജീവിക്കാനായിട്ട് അതിനെ പ്രാപ്തരാക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ കൊച്ചു കൊച്ചു ബുദ്ധിമുട്ടുകളും സഹനങ്ങളും വേദനകളും അസ്വസ്ഥതകളൊക്കെ വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ജീവിതത്തെ പരിപക്വമാക്കുവാനും പക്വതയുള്ളവരാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് സംഭവിച്ചത്. ഇനി കുറച്ചുകൂടെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകാനായിട്ട് ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങളെ കാണിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമല്ലേ വീഡിയോ ഒക്കെ കാണുന്നത്? എന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എല്ലാവരും ശ്രദ്ധിച്ച് കാണണം. ഞാനത് നിങ്ങളോട് ചോദിക്കുകയും ചെയ്യും. റെഡിയല്ലേ?
കണ്ടു അല്ലേ? നന്നായിട്ട് ശ്രദ്ധിച്ചായിരുന്നോ? അതിനെക്കുറിച്ച് എന്താ മനസ്സിലായത് അന്ന, പറയാവോ? ജോസ് രാത്രിയിൽ TV കണ്ടോണ്ടിരിക്കുകയായിരുന്നു. ജോസ് രാത്രി കണ്ടോണ്ടിരുന്നപ്പം പുറത്തുനിന്ന് ആരോ വിളിച്ചു. ഇത് നോക്കാൻ വേണ്ടി അവൻ പുറത്തേക്ക് പോയി. കുറച്ചങ്ങ് നടന്നപ്പോൾ അവൻ താഴേക്ക് വീണു. അന്നേരം അവനൊരു മരക്കൊമ്പൽ പിടികിട്ടി. ഇവൻ പറയുന്നുണ്ട്, ദൈവമേ രക്ഷിക്കണമേ എന്ന്. ദൈവം പറഞ്ഞു, നീ താഴേക്ക് നിന്റെ കൈ അതിൽ നിന്ന് വിട്ടോളാൻ. പക്ഷെ അവനത് ചെയ്തില്ല. രാവിലെ ഒരു 5:30 ആയപ്പം ഇവൻ നോക്കുമ്പോൾ ഭൂമിയിൽ നിന്ന് തൊട്ട് മുകളിലായിട്ട്. എല്ലാവർക്കും മനസ്സിലായില്ലേ? അവിടെ എന്താ സംഭവിച്ചത്? ജോസ് എന്ത് ചെയ്തു? ദൈവത്തോട് പറഞ്ഞു, ദൈവമേ പ്ലീസ് ഹെൽപ്പ് മീ എന്നൊക്കെ പറയുന്നുണ്ടല്ലേ. അപ്പൊ ദൈവം എന്താ പറഞ്ഞത്? നീ നിന്റെ കൈ അങ്ങ് വിട്ടേരെ എന്ന് പറഞ്ഞു. പക്ഷെ ജോസ് ചെയ്തോ? ഇല്ല. ജോസ് പിന്നെ മുറുക്ക തന്നെ അതുമേ പിടിച്ച് കടന്നിട്ട് വീണ്ടും പറയാണ്, ദൈവമേ എന്നെ രക്ഷിക്കണേ, ദൈവമേ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് കടന്നു. എന്തേലും സംഭവിച്ചോ? ഇല്ല, ഒന്നും സംഭവിച്ചില്ല. അയാളുടെ കൈയൊക്കെ കഴച്ചങ്ങ് വിട്ടുപോയിട്ടുണ്ടാവൂലേ. പിന്നെ രാവിലെ നോക്കിയപ്പോ എന്താ, കൈ വിട്ടിരുന്നെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമായിരുന്നോ? ഇല്ല. ദൈവം പറഞ്ഞത് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും സംഭവിക്കുമായിരുന്നോ? ഇല്ല. സ്വസ്ഥമായിട്ട് താഴെ നിലത്ത് നിൽക്കാമായിരുന്നു അല്ലേ? ഇതുപോലെയാ നമ്മുടെ ജീവിതത്തിലും പല കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ ഭയങ്കര ഉത്കണ്ഠയാ അല്ലേ? പരീക്ഷയെ കുറിച്ചിട്ട് ചിലരൊക്കെ ഉണ്ടല്ലോ വല്ലാതെ ടെൻഷൻ അടിച്ചിരിക്കും അല്ലേ? അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ എന്താ ഇതിൽ നിന്നും, ഈ വീഡിയോ ക്ലിപ്പിൽ നിന്ന് എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? നമ്മൾ ദൈവത്തിൽ ഉറച്ച് വിശ്വസിക്കുക, ദൈവത്തിൽ അങ്ങ് ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നമുക്ക് എന്തെങ്കിലും തിന്മ വരുത്തുവോ? ഇല്ല. അപ്പം നമ്മൾ ഫ്രീ ആയി, നമ്മുടെ മനസ്സിലെ ഉത്കണ്ഠകളെല്ലാം അകന്നു പോവും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഉത്കണ്ഠ മൂലം ആയുസ്സിൻ്റെ ദൈർഘ്യം 1 മുഴമെങ്കിലും നിങ്ങളിൽ ആർക്കെങ്കിലും കൂട്ടാൻ സാധിക്കുമോ? ഇല്ല. പിന്നെ നമ്മൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ചിലര് നാളെ പരീക്ഷയാണെങ്കിൽ ഇന്നേ ടെൻഷൻ അടിച്ചിട്ട് കാര്യമുണ്ടോ? പരീക്ഷ നാളെ നമ്മൾ എഴുതേണ്ടത് തന്നെയാണ് അല്ലേ? അപ്പം അതിനു വേണ്ടി നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമുക്ക് എന്താ വേണ്ടത്? പരീക്ഷയെ നേരിടാനുള്ള ധൈര്യമാണ്. അങ്ങനെ ധൈര്യം കിട്ടണമെങ്കിൽ നമ്മൾ ആരെ ആശ്രയിക്കണം? ദൈവത്തിൽ ആശ്രയിക്കണം. ദൈവത്തിൽ ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ടെൻഷനും ഭയവും എല്ലാം അങ്ങ് മാറിപ്പോകും. അതുപോലെ തന്നെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ ഇങ്ങനെ ഒരു സംഭവം പറയുന്നുണ്ട്. ഈശോ ഇല്ലാതെ ശിഷ്യന്മാർ വഞ്ചിയിൽ യാത്ര ചെയ്തു പോകുന്ന സമയത്ത് ഒരു വലിയ കാറ്റും കോളൊക്കെ ഉണ്ടായി. ശിഷ്യന്മാർ ഭയന്നിരിക്കുകയാണ്. അപ്പോൾ ഈശോയ്ക്ക് മനസ്സിലായി തൻ്റെ ശിഷ്യന്മാർ ഭയന്നാണ് ഇരിക്കുന്നതെന്ന്. അപ്പോൾ ഈശോ എന്ത് ചെയ്തു? ആ വെള്ളത്തിന് മുകളിലൂടെ നടന്നു ചെന്നു. വായിച്ചിട്ടില്ലേ നിങ്ങൾ? എന്നിട്ട് എന്താ ഈശോ പറഞ്ഞത് അവരോട്? അവർ ഭയപ്പെട്ട് നിലവിളിച്ചപ്പോൾ അവരോട് എന്താ ഈശോ പറഞ്ഞത്? ധൈര്യമായിരിക്കുവിൻ, ഞാനാണ്. വെരി ഗുഡ്. എന്താ പറഞ്ഞത്? ധൈര്യമായിരിക്കുവിൻ, ഞാനാണ്, ഭയപ്പെടേണ്ട. ഈ ഒരു വിശ്വാസം, നമ്മുടെ കൂടെ ദൈവമുണ്ടെന്നുള്ളൊരു വലിയ വിശ്വാസത്തിൽ പോകുമ്പോൾ നമ്മുടെ എല്ലാ ഭയവും ടെൻഷനും എല്ലാം അങ്ങ് മാറിപ്പോകും അല്ലേ? അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈശോയോട് പറയണം. ഈശോ എൻ്റെ കൂടെ നടക്കണേ, എൻ്റെ കൂടെ പരീക്ഷയിൽ എന്നെ സഹായിക്കണേ, ധൈര്യം തരണേ, പരിശുദ്ധാത്മാവ് കൊണ്ട് എന്നെ നിറയ്ക്കണമേ, എന്നെ നല്ല കുട്ടിയായിട്ട് നടത്തണമേ എന്ന് നിരന്തരം ഈശോയോട് ചേർന്ന് ദൈവത്തിൽ ആശ്രയിച്ച് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല മിടുക്കിയുമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ഇന്ത്യയിലെ കുഞ്ഞുങ്ങളെല്ലാവരും ചാച്ചാജി എന്ന് വിളിക്കുന്ന ഒരാളുണ്ടല്ലോ, അതാരാണ്? ജവഹർലാൽ നെഹ്റു. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ധൈര്യമുള്ളവന് മാത്രമേ വിജയത്തെ കടാക്ഷിക്കുകയുള്ളൂ എന്ന്. എന്താ പറഞ്ഞത്? ധൈര്യമുള്ളവർക്ക് വിജയം കടാക്ഷിക്കുകയുള്ളൂ. ഇനി എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ഭയപ്പെട്ടിരിക്കുന്നവർക്ക് വിജയം ഉണ്ടാവില്ലെന്ന്. മാത്രമല്ല വീണ്ടും അദ്ദേഹം പറയുന്നുണ്ട്, വിജയം നേടാനായിട്ട് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വലിയ വെല്ലുവിളികളെ നേരിടാൻ നമ്മൾ തയ്യാറാകണം. നമ്മുടെ ജീവിതത്തിൽ വരുന്ന വെല്ലുവിളികളെ നമ്മൾ നേരിടാൻ തയ്യാറാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നത്? വിജയം. ഉറക്കെ പറഞ്ഞേ, വിജയം സംഭവിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ഒത്തിരി ജനറൽ നോളജ് ഉള്ള കുട്ടികളാണ്. ഈ എവറസ്റ്റ് കീഴടക്കിയവരാരാ? ഹിലാരിയും ടെൻസിങ്ങും. അവര് പല പ്രാവശ്യം എവറസ്റ്റ് കൊടുമുടി കയറി. പക്ഷേ പല പ്രാവശ്യം അവർ പരാജയപ്പെട്ടു. ഒരു പ്രാവശ്യം അവർ വിചാരിച്ചു, ഇപ്രാവശ്യം ഞങ്ങൾ കീഴടക്കുക തന്നെ ചെയ്യും എന്ന് വിചാരിച്ച് അവർ വീണ്ടും മല കയറാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ
ഒരു ഭാഗത്തെത്തിക്കഴിഞ്ഞപ്പോഴേക്കും കാലാവസ്ഥ ആകെ അങ്ങ് മാറി. വളരെ പ്രതികൂലമായ കാലാവസ്ഥയായി മാറി. ഇവർക്ക് ഒട്ടും മുമ്പോട്ട് പോകാൻ പറ്റാത്ത വിധത്തിൽ ആ കാലാവസ്ഥയിൽ പ്രാണഭയം കൊണ്ട് അവരെന്ത് ചെയ്തു? തിരികെ മടങ്ങി ഇറങ്ങുകയാണ്. ആ സമയത്ത് ഹിലാരി എവറസ്റ്റിനോട് നേരെ കൈ ചൂണ്ടി പറഞ്ഞു. എന്താ പറഞ്ഞതറിയാവോ? എവറസ്റ്റ്, നീ എന്നെ ഇപ്പോൾ പരാജയപ്പെടുത്തി. ഇനി ഞാൻ നിന്നെ ഒരിക്കൽ പരാജയപ്പെടുത്തും. കാരണം നിനക്കിനി വളരാൻ കഴിയില്ല. എനിക്കിനിയും വളരാനുള്ള സാധ്യതകളുണ്ട്. കണ്ടോ? നമ്മളാണെങ്കിൽ എന്ത് ചെയ്തേനെ? അയ്യോ, ഇനി ഒന്നും, ഒരു പ്രാവശ്യം പരീക്ഷയ്ക്ക് തോറ്റാൽ എന്ത് വിചാരിക്കും? ഇനി രക്ഷപ്പെടാനേ പോകുന്നില്ലെന്ന് വിചാരിക്കും. അപ്പം കണ്ടോ, ഈ ഹിലാരിക്കും അവർക്കൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തുണ്ടായിരുന്നു? ധൈര്യം ഉണ്ടായിരുന്നു. ഈ ധൈര്യം അവർക്കൊക്കെ എവിടെ നിന്നാണ് കിട്ടിയിട്ടുണ്ടാവുക? ദൈവത്തിൽ നിന്നാണ് കിട്ടിയിട്ടുണ്ടാവുക. അപ്പം നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ദൈവത്തോട് ചേർന്ന് നിന്നാൽ നമുക്ക് ധൈര്യത്തോടെ ഉത്കണ്ഠ കൂടാതെ എല്ലാം ചെയ്യാനായിട്ട് സാധിക്കും. വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഇങ്ങനെ ഒരു ചെറിയൊരു വചനം പറയുന്നുണ്ട്. അറിയാവോ ആർക്കെങ്കിലും? എന്നെ ശക്തനാക്കുന്നവരിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. ഒന്ന് പറയാവോ? എന്നെ ശക്തനാക്കുന്നവരിലൂടെ. ഇനി നമുക്ക് ചെറിയൊരു ആക്ഷൻ ഉണ്ട്, അതെടുത്ത് പറഞ്ഞാലോ? എന്നെ ശക്തനാക്കുന്നവരിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. ഉറപ്പാണോ? ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, എൻ്റെ ജീവിതത്തിൽ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കണമേ. നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് സന്തോഷത്തോടെ ധൈര്യത്തോടെ മുന്നേറാൻ ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഹായ് കൂട്ടുകാരെ, ദൈവപരിപാലനയുടെ മഹാത്മ്യം എത്ര ശ്രേഷ്ഠം അല്ലേ? ആകാശത്തിലെ പറവകളെയും വയലിലെ ലില്ലികളെയും ദൈവം എത്ര ഭംഗിയായിട്ടാണ് കാത്തു പരിപാലിക്കുന്നത്. ആ നല്ല ദൈവത്തെ നമുക്ക് പാടി സ്തുതിച്ചാലോ? എല്ലാവർക്കും പാട്ടൊക്കെ ഇഷ്ടമല്ലേ? നമുക്കൊരു പാട്ട് പഠിച്ചാലോ? വളരെ സിമ്പിളാണ്, വേഗത്തിൽ നമുക്ക് പഠിക്കാനും പറ്റും. ഓക്കെ, ഞാൻ പാടിത്തരും, നിങ്ങൾ ദൈവം പാടണം. റെഡിയല്ലേ? കൂട്ടരെ നോക്കുവിൻ, ദൈവത്തിൻ കരവിരുത് കാണുവിൻ. പഠിക്കേ. കൂട്ടരെ നോക്കുവിൻ, ദൈവത്തിൻ കരവിരുത് കാണുവിൻ. എന്നിലുണ്ട്, നിന്നിലുണ്ട്, നമ്മിലുണ്ട്. പഠിക്കേ. എന്നിലുണ്ട്, നിന്നിലുണ്ട്, നമ്മിലുണ്ട്. ഉള്ളിലുണ്ട്
നമ്മുടെ കഴിവുകൾ, നമ്മുടെ സമ്പത്ത്, നമ്മുടെ പണം, നമ്മുടെ ആരോഗ്യം, ഇതൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവർ എന്ന് വെച്ചാൽ നമ്മുടെ സഹായം ആർക്കൊക്കെ ആവശ്യമുണ്ടോ അവർക്ക് എല്ലാവർക്കും വേണ്ടി ചെലവഴിക്കാനാണ് ഈശോ ഉപമയിലൂടെ പറയുന്നത്. നിങ്ങളുടെ ഒരു കൊച്ചു പ്രവൃത്തിയായിരിക്കും മറ്റുള്ളവരുടെ മാനസാന്തരത്തിനും അതുപോലെ തന്നെ ഈ ലോകത്തിന് മുഴുവൻ ഒരു മാറ്റം വരാനും സഹായിക്കുന്നത്.